ചേട്ടൊരു വിത്തൗട്ട് ഒരു കട്ട കാപ്പി ഒരു ചോര. ഒന്ന് നിർത്തിയടാപ്പാ. എല്ലാവരും കൂടെ ഇങ്ങനെ ഉടങ്ങി ഞാൻ എന്ത് ചെയ്യാനാ? ആകെ 2 കയ്യേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇങ്ങനെ ഉടങ്ങി എനിക്ക് ടെൻഷൻ ആവുക. എല്ലാവരും കൂടെ ഒരേ സമയത്ത് കയറും. വേറെ കടയില്ലാത്ത പോലെ. കുടി ചേട്ടാ, ഇത്തവണത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ തകർക്കോ? തകർക്കുവന്ന എടാ, ഈ ചുക്ക് ഗ്രാമപഞ്ചായത്തിലെ ആസ്ഥാനം വിളിച്ചു പറയക്കാരൻ ഞാനല്ലേ. അപ്പൊ പിന്നെ ഞാനുള്ളപ്പോ തകർക്കാതിരിക്കുക. ചേട്ടൻ വിളിച്ചു പറഞ്ഞേ നാട്ടുകാരെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞറിയാമോ? എടാ വേണ്ടട്ടാ ചേട്ടാ, എനിക്ക് പപ്പടം കിട്ടിയില്ല. എടാ, നിനക്ക് പപ്പടം ഞാൻ തന്ന. എന്റെ ദൈവമേ, എനിക്ക് പപ്പടം തന്നില്ലായിരുന്നു. എടാ, 2 പപ്പടം നിനക്ക് ഞാൻ തന്നതാ. അയ്യോ, ചേട്ടൻ മറന്നുപോയതാണ്. എനിക്ക് പപ്പടം തന്നിട്ടില്ല. എടാ, ഇവൻ ഈ കൊലയെന്നൊരു പഴം ഉരിഞ്ഞു തിന്നുമ്പോ 2 പപ്പടം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ. അയ്യോ ചേട്ടാ, ചേട്ടന് തെറ്റുപറ്റിപ്പോയതാണ്. പപ്പടം കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല എനിക്ക്. എടാ ചെറുക്കാ, ഇവന് പപ്പടം കൊടുക്കണം നീ കണ്ട. നിനക്ക് പപ്പടം കിട്ടിയില്ലായിരുന്നോ? ഇല്ലടാ, എന്റെ അമ്മ സത്യമായിട്ട് എനിക്ക് പപ്പടം തന്നില്ല. എടാ, മരിച്ചുപോയ എന്റെ ജാനുവാണ് സത്യം. ഞാൻ നിനക്ക് പപ്പടം തന്നതാ. എന്റെ ചേട്ടാ, എന്റെ സത്യസന്ധത ഞാനിനി ആരോട് തെളിയിക്കും? എടാ, പഴനിയിൽ ആണ്ടവനാണ് സത്യം. പപ്പടം ഞാൻ നിനക്ക് തന്നതാ. എന്റെ ശബരിമല സ്വാമി, ഈ പുള്ളി എന്തൊക്കെ പറയണത്? എന്റെ അമ്മ സത്യമായിട്ട് എനിക്ക് പപ്പടം തന്നിട്ടില്ല. ആറ്റ് നോറ്റ് ഉരുളി കമത്തി ഉണ്ടായ എന്റെ മകനാണ് സത്യം. നിനക്ക് 2 പപ്പടം ഞാൻ തന്നതാ. ചേട്ടാ, എനിക്ക് കൊച്ചുങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ എന്റെ അമ്മനെ പിടിച്ചാനാണ് ഇടുന്നത്. എനിക്ക് പപ്പടം തന്നിട്ടില്ല. സത്യമായിട്ട് നിനക്ക് ഞാൻ പപ്പടം തന്ന. ഇങ്ങനെ പോയാലും ഞാൻ ആ ബലിക്കല് തലയടിച്ച് എടാ, അത് ബലിക്കല്ലല്ല, വാഷ് ബേസിനാ. നോക്ക്, എന്ത് പണ്ടാറായാലും എന്താ തലയടിച്ചാവോ? എടാ, സത്യമായിട്ട് ഞാൻ നിനക്ക് പപ്പടം തന്നതാ. എനിക്ക് പപ്പടം തന്നില്ല. ഞാനൊരു പപ്പടം വെറുതെ തരാം. അപ്പൊ പപ്പടത്തിന്റെ പ്രശ്നം തീരുമല്ലോ. എന്റെ പട്ടിക്ക് വേണം തന്റെ പപ്പടം. എടാ, പപ്പടം വെറുതെ വേണ്ട. ഒരുത്തന്റെ വെട്ടടക്കാപ്പോൾ മോഹിക്കാമില്ല, ഞാനോട്ട് എടുക്കാമില്ല. എനിക്ക് തന്റെ പപ്പടം വേണ്ടോ? എനിക്ക് വേണ്ടത് തന്റെ പപ്പടം. ഞാൻ പപ്പടം തരും. വെറുതെ എനിക്കും ആരെയും കാശ് വേണ്ട. വേണ്ട, എനിക്ക് തന്റെ പപ്പടം രാവിലെ കയറി വരും മനുഷ്യന്. ഞാനേ ഒരു പഴൂലിഞ്ഞെടുത്തോളാം. വേണ്ട, ഞാൻ ഉരിഞ്ഞു തരാം. എന്താ ഞാൻ ഉരിഞ്ഞ കുഴപ്പം നോക്കണേ? ഒരെണ്ണത്തുമ്മേ ഞാൻ ഉരിഞ്ഞോളട്ടോ, ബാക്കിയെല്ലാം അനുവാദമില്ലാതെ താഴ്ത്തു പോകണം. പരിപാടികളുടെ ഭാഗമായി മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്ന പഞ്ചഗുസ്തി മത്സരം മാറ്റിവെച്ചുകൊണ്ട് ഇത്തവണ ചുക്ക് ഗ്രാമപഞ്ചായത്ത് ലോക സമാധാനത്തിന് വേണ്ടി ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കായിക പ്രേമികളും ഈ പവലിയനിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വർണ്ണങ്ങളുടെ പൂമ്പാറ്റകൾ പാറിപ്പറന്ന് നടക്കുന്ന ഈ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണ നാളിൽ ഈ ഓണത്തിന് വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരികളായ പെൺകുട്ടികൾ തിരുവാതിരകളി അരങ്ങുതർത്തിയാണ്. കലാസ്നേഹികളെ, കോമളം ആർ നായരും സംഘവും അവതരിപ്പിക്കുന്ന കൃഷ്ണപ്രഭ അനൗൺസ്മെന്റിന്റെ ശബ്ദം കാരണം തിരുവാതിരകളെ കേൾക്കാനും പറ്റുന്നില്ല. തിരുവാതിരകളെ ശബ്ദം കാരണം അതിന്റെ അനൗൺസ്മെന്റ് കേൾക്കാനും പറ്റുന്നില്ല. ആദ്യം കുന്ത്രാണ്ടൊക്കെ നിർത്തി വെക്കുക. ഹായ്, ആ ചെണ്ടമേളത്തിന് അടുത്ത് പോയി 2 തുള്ളം കണ്ട് തുള്ളാം. അവോ ഈ ചുക്കിന് ചുക്കും നടക്കില്ലെന്ന് പറഞ്ഞവർക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് ഇന്ന് അതെ താളത്തെ കാണിക്കുന്നേ. താളം പിടിക്കണ കണ്ടില്ലേ? ഇങ്ങനെയാണോ താളം പിടിക്കുന്നേ? അതെ, എന്താ ഇത്? എങ്ങനെയാ പിടിക്കേണ്ടത്? ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാ. കാത്തോളേ. ചുക്കിലെ ഓണാഘോഷ പരിപാടി അവിടെ ഗംഭീരമായിട്ട് നടക്കണം. അവിടെ ഓണക്കളി കഴിഞ്ഞ് വടംവലി കഴിഞ്ഞ് ഇപ്പൊ തിരുവാതിര കളിക്കാനായിട്ടേ ദേവി സിന്ധു ഒക്കെ സെറ്റ് സാരി കൊടുത്ത് പോണാണ്ടേ കൊതിയാവേണം. പോണോ അവിടുന്ന്? ഇത്തവണെങ്കിലും അപ്പങ്കടി മത്സരത്തിലേ പങ്കെടുക്കണമെന്ന് കരുതിയ ആളാണ്. നീ പോയോ?
ഈ ചുക്ക് ചുക്ക് നമ്മൾ ഇഞ്ചി മേടിച്ചിട്ട് ഉണക്കണം അപ്പൊ ചുക്കാവും. സ്ഥലത്തിന്റെ പേര് ചുക്ക് നമ്മുടെ ആ, ചുക്കിനെ കുറിച്ചാണ്. ഓണാഘോഷമല്ലേ ആ. മാവേലി. മാവേലിയാ ആ. എന്നിട്ട് ലാടനെ പോലെയല്ല ഇരിക്കുന്നത്. അപ്പൊ എന്താ കാര്യം? രസമൊന്നുമില്ലേ? എല്ലാം ഉണ്ട്. കിരീടം. ഓ, അങ്ങനെ. ഇപ്പൊ പ്രശ്നം എന്താ? വഴി അറിഞ്ഞൂടാ. ചുക്കിലേക്ക് പോണ വഴിയല്ലേ അത് നമ്മൾ ഇവിടെ നിന്നല്ല നേരെ അങ്ങോട്ട് പോയിട്ട് എന്താ? ഇടക്കിടക്ക് അവൻ സ്റ്റെക്കായി പോകുന്നു തട്ടിക്കൊണ്ടാ പോയില്ലേ? വഴി പറഞ്ഞതാ. അയ്യോ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു പെണ്ണ് പോണ്. ആ. അതുകൊണ്ട് എന്റെ മൈൻഡ് പോയി. അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വളവുണ്ട്. അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വലിയൊരു ഓ, വീണ്ടും പോയാ. സ്റ്റെക്കായതാവുന്നു തട്ടിക്കൊണ്ടാ ചേട്ടാ, പോവാത്ത എന്താ? വഴി പറഞ്ഞതാ. കുളത്തിന്റെ കരച്ചപ്പോ അങ്ങനെ നിന്ന് പോയാന്നേ. ആ. അവിടെ ഒരു കുളമുണ്ട്. ഓ. അവിടെ നമ്മൾ വളവ് തിരിയുമ്പോ വലിയൊരു ആല്. ആലിന്റെ തൊട്ട് താഴ്ത്തായിട്ട് ഒരു കുഞ്ഞി. ചേട്ടാ, ആ, ദേ, പോയില്ലേ? പോവാത്ത എന്താ? വഴി പറഞ്ഞു തന്നില്ല. പോടാ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാടാ. കണ്ടോട്ടോ. ഇവിടെ നിന്ന് നേരെ അങ്ങ് ചെല്ലുക. ഓ. അവിടെ ലെഫ്റ്റ് കട്ട് ചെയ്യുക. ഓ. അവിടെ റൈറ്റ് കട്ട് ചെയ്യുക. ആ. അവിടെ നേരെ താഴ്ത്തേക്ക് ഇറങ്ങുക. ആ. അവിടെ ചെറിയൊരു കാട് കാണാം. ആ കാടിന്റെ ഇടയിൽ കൂടി കുഞ്ഞു വഴി കൂടി നേരെ ഇറങ്ങി ചെല്ലണാണ് ഈ പറഞ്ഞ ചുക്ക്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളോ? ആ, നേരെ. വളരെ എളുപ്പമുള്ളോ? ചെല്ല് ആ. ചെല്ല്. സ്ഥലം. ആ, ഓക്കേ. കേട്ടോ. എടാ ആ വഴി പൊട്ടക്കിണറ്റിലേക്കുള്ള അന്ന് മാവേലി പാതാളത്തിലല്ലേ കിടക്കണത്. അപ്പൊ ഈ മാവേലി പൊട്ടക്കണത്തിൽ കിടന്നാ മതി. ഇപ്പൊ തന്നെ കരച്ചില് കേൾക്കാം. പാവോടാ. ഓക്കേ. ഹൈ, 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 ഹൈ. ഹൈ, 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 ഹൈ. ആ, ആ, ഹൈ. ഓടിക്കാൻ എന്നെ കൂടെ അങ്ങോട്ട് പോരാ. ഹൈ, ഹൈ, ഹൈ. ഹൈ, ഹൈ, ഹൈ. ഹൈ, ഹൈ, ഓ. ഹൈ, ഹൈ, ഹൈ. ഹൈ, ഹൈ, ഹൈ. എന്തുവാ ആ, ആ, ആ. എന്തുവാണോ ഹൈ, ഹൈ, ഹൈ. ഹൈ, ഹൈ, ഹൈ. നടന്നു പോട്ടെ. ആ, ആ, ഹൈ, ഹൈ. ആ, ആ, ഹൈ, ഹൈ. പോട്ടെ, പോട്ടെ. ആ, ആ, ഓ. ഇങ്ങ് വാ. എന്താണോ മമ്മൂട്ടി എങ്ങനെ വരുന്നേന്ന്? മമ്മൂട്ടി ഓടിക്കേറിയാ വരുന്നത്. അത് ശരി. മമ്മൂട്ടിയെ പോലൊരു നടനൊക്കെ ഓടി വന്ന് സ്റ്റേജിൽ കയറുന്നത് മോശല്ലേ? ഓ എടോ അതല്ല, മമ്മൂട്ടി വരുന്ന കാറിന്റെ പേരാ ഓടിയത്. അതിൽ കയറിയാ വരുന്നത്. അപ്പൊ വേറെ കാറിന് ഓടൂല. ഈ കാറിന് മാത്രം ഓടിയത് പേരുടെ. എടാ പോടാ, പോയെ പോയെ. അത് പിന്നെ ആ. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ആ. മമ്മൂട്ടി വരുമ്പോ കണ്ട അലവലാദികളൊന്നും സ്റ്റേജിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്റ്റേജിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റിനെ ഓടിക്കണം. അതെന്താ? എടോ നമ്മുടെ ചുക്കിലെ ഏറ്റവും വലിയ അലവലാതി നമ്മുടെ പ്രസിഡന്റ് അല്ലേ? പിന്നല്ലാതെ. ഓ, ഓ, ഓ. മമ്മൂട്ടി ആ, ആ, ഹൈ. അടക്കല്ലേ ഒന്ന് കാണട്ടെ. എന്തായാലും എനിക്കറിയില്ല പ്രസിഡന്റ് എന്നാ വായിച്ചു നോക്ക്. പ്രസിഡന്റ് വന്നാണോ? പ്രിയപ്പെട്ട ചുക്ക് നിവാസികളെ, നമ്മളെല്ലാരും അറിയാനാ. ആ, എനിക്ക് എന്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അയ്യോ കഷ്ടായി പോയി. മമ്മൂട്ടി വരില്ല. വരില്ലേ? മമ്മൂട്ടി വരില്ലെന്നോ? ആ, മമ്മൂട്ടി ഇല്ലാതെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ എന്നെ മമ്മട്ടിക്കടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അടിക്കും. ഞാനും വരില്ല. വേണ്ട. മമ്മൂട്ടി ഇല്ലാത്ത ചുക്കിലേക്ക് വന്ന് നിങ്ങളുടെ മുന്നിൽ അപഹാസ്യനാവാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ മുങ്ങിയല്ലേ? പകരം ഞാൻ മറ്റൊരു സിനിമാ താരത്തെ ആ, അയക്കുന്നുണ്ട്. മോഹൻലാൽ, മോഹൻലാൽ. ആ ചേട്ടാ ഞങ്ങളുടെ സിനിമാതാരല്ലേ? ആറ് തുറന്ന് നോക്ക്. എവിടെ? ലാലേട്ടൻ മമ്മൂട്ടിക്ക് തന്നെ ആണ്. പകരമുള്ള സിനിമാ താരം എത്തി. മേളം തുടങ്ങിക്കോ. ഫോട്ടോ എടുത്തോളൂ. സന്തോഷമായി. നല്ല കളർഫുൾ ആണല്ലോ. ഹാപ്പി. ആ വേണം നിർത്താം. അത് മതി മതി മതി. അതെ, താനാരാ? ഞാൻ ഹേമന്ത് കുമാർ. താനാരാ? ഞാനാരാണെന്നോ? ഇവിടെ എല്ലാവർക്കും അറിയാം. പ്രസിഡന്റിന്റെ വലം കൈയല്ലേ ഞാൻ. അതല്ലടോ പറഞ്ഞത്. എന്റെ പേരാണ് ഹേമന്ത് കുമാർ. താനാരാ? അല്ല, താൻ ഏത് സിനിമയിൽ അഭിനയിച്ചതാ പറയുന്നേ? ഒരു മിനിറ്റ്, താനീ വന്നേ. താൻ മഴവിൽക്കാവടി എന്ന സിനിമ കണ്ടോ? കണ്ടു. അതിൽ പഴനിയിൽ വെച്ച് ജയറാം 10 പേരുടെ തലമുട്ടയിരിക്കുന്നുണ്ട്. ഉവ്വ്. അതിലൊരു മുട്ടയാണ് ഞാൻ. ഈ ഹേമന്ത് കുമാർ. താനാരാ? മമ്മൂട്ടി പോയെങ്കിൽ പോട്ടെ, പക്ഷെ പ്രസിഡന്റ് നമ്മളോട് കാണിച്ചത് വല്ലാത്ത ചതിയായി പോയി. അതെ, മമ്മൂട്ടി വരുന്നു പറഞ്ഞ എത്ര നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാ. അല്ല, തനിക്ക് എങ്ങനെ താനാരെന്നുള്ള പേര് കിട്ടിയത്? അതെ, ഈ ചെല്ലുന്നോടത്തൊക്കെ എല്ലാവരും ചോദിക്കും താനാരാ താനാരാ. ഈ അവസ്ഥയിൽ എന്റെ ഇനിഷ്യൽ അങ്ങ് മാറ്റി. താനാരാ ഹേമന്ത് കുമാർ. താനാരാ? ഞാൻ ഈ നാട്ടുകാരനെ അല്ല. പ്രസിഡന്റ് എന്ത് പണിയാ കാണിച്ചത്? ഞാനെന്നാ കാണിച്ചെന്നായി പറയുന്നത്? മമ്മൂട്ടി വന്നില്ലെങ്കിൽ പോട്ടെ. ഈ താനാര സാധനത്തിലേക്ക് എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്?
അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ. മമ്മൂട്ടിക്ക് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് വേറെ ആളെ പറഞ്ഞു വിട്ടോ? അയ്യോ ഞാൻ ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല. അപ്പൊ കത്ത് കൊടുത്തുവിട്ടതോ? കപ്പയോ? ഏത് കപ്പ? കപ്പയല്ല, കത്ത് കൊടുത്തുവിട്ട് എന്താന്ന്? ഞാൻ ആർക്കും കത്ത് കൊടുത്തു വിട്ടിട്ടില്ല. അത് മാത്രമല്ല, മമ്മൂട്ടി ഉദ്ഘാടനത്തിന് വരാൻ കാറ കയറിയതാ. അപ്പൊ ഇവിടുന്ന് ആരോ മമ്മൂട്ടിയെ ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഉദ്ഘാടനം ദുൽഖർ സൽമാൻ വന്ന് ചെയ്തിട്ട് പോയെന്ന്. ഈ മമ്മൂട്ടിക്ക് വരെ സിനിമയുടെ താനാരെ പറഞ്ഞു വിട്ടതാരാ? താനാരാ? ആ അത് ശരി. അപ്പൊ ഞാൻ ആരാണെന്ന് ഇത്ര നാളും കൂടെ നടന്നിട്ട് മനസ്സിലായിട്ടില്ലേ? എടോ താൻ ആരാന്ന് എനിക്കറിയാം, ഞാൻ ആരാന്ന് തനിക്കും അറിയാം. ആ. പക്ഷെ താൻ ഇപ്പൊ പറഞ്ഞ ഈ താനാരാ ആരാരാ? പ്രസിഡന്റ് വെറുതെ കൺഫ്യൂഷൻ ആക്കില്ലേട്ടാ. എടോ ഇപ്പൊ ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന ആ സിനിമ നടൻ ഏതാണായി ചോദിച്ചത്? ഓ സിനിമ താരം താനാരാ. എടോ താനാരാ ഇങ്ങ വാ. തന്നാര തന്നെ ഇങ്ങ വാ. അതാണോ താനാരാ? ആ. കണ്ടിട്ട് തെയ്യാരെ പോലെ ഉണ്ടല്ലോ. താൻ ഏത് സിനിമയാണോ അഭിനയിച്ചത്? വിളിച്ചു വരുത്തിയിട്ട് ആളെ കളിയാക്കത് ഞാൻ ചുമ്മാ അത് വന്നതല്ല. കണ്ടപ്പോഴേ മനസ്സിലായി വലിഞ്ഞു കയറി വന്നാന്ന്. എടോ ഇവിടുത്തെ പ്രസിഡന്റ് ക്ഷണിച്ചു വരുത്തിയിട്ട് എടോ വന്ന ഞാനാണോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഞാനെപ്പോഴാണോ തന്നെ ഇൻവിറ്റ് ചെയ്തത്? മനസ്സിലായില്ല. എടോ തന്നെയാണ് എപ്പോഴാ ക്ഷണിച്ചതെന്ന്? ഈ പ്രസിഡന്റ് അല്ല, മറ്റേ പൊക്കമുള്ള ബുക്കുള്ള പ്രസിഡന്റോ? അതാരാണോ? ആർക്കാടാ ബുക്കില്ലാത്ത? എല്ലാവർക്കും ബുക്കുണ്ട്. എന്റെ ബുക്കളെ തന്നെ ഒരു 12 ഇഞ്ചക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണേ ഞാൻ കാണിച്ചു. ഷട്ടിൽ പൂക്കളുള്ള പ്രസിഡന്റ് പൊക്കമുള്ള. ഷർട്ടിൽ പൂക്കളുള്ള പ്രസിഡന്റോ? ഷർട്ടിൽ വരെയുള്ള പ്രസിഡന്റ് ആണെങ്കിൽ അത് ഞാനാ. അത് ഇക്കറല്ലേ വരാ. ഇയാളിതെന്ത്? ആ എന്താ പറഞ്ഞേ? ഷർട്ടിൽ പൂക്കൾ. ആ ഇപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. എടാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാന്നറിയാം? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ ഇവിടെ കത്ത് വന്നതും മമ്മൂട്ടിക്ക് ഫോൺ ചെയ്തതും ഈ താനാറി എന്ന് പറയുന്ന നടനെ ഇവിടെ വരുത്തിയതിന്റെയും പിന്നിൽ അവനാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആള് പറഞ്ഞില്ലേ ആ പൂക്കൾ ഷർട്ടിട്ട പ്രസിഡന്റ്? ആരാന്നാ ചോദിച്ചത്? ഷാജി. ഏത് ഷാജി? പാഷാണ ഷാജി. ഈ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ, അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് മേടിച്ചോളാം. അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് കൊടുത്തോളാം കേട്ടോ. കോളാമ്പി മോഹനം പണ്ട് തുടങ്ങിക്കോ. അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഇത്തവണത്തെ ഓണാഘോഷം അവർ തകർക്കുകയാണല്ലോ ഷാജി. സ്കൂളിൽ നാടകം കളിക്കണം. എനിക്ക് കിട്ടണില്ലെന്ന്. മര്യാദക്ക് പറ. അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഇത്തവണത്തെ ഓണാഘോഷം രാജപ്പ നീ പ്രൊഫഷണൽ ആയിട്ടാ ഇപ്പോഴും ഞാൻ പറയാം. ഇരിക്കി. അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഓണാഘോഷം അവർ തകർക്കുകയാണ്. എടാ നമ്മളില്ലാതെ ഇവിടെ എന്തോ ഓണാഘോഷിക്കുന്ന? ഇവിടെ ഇന്ന് മൊത്തം പൊട്ടിച്ചെതറും. നീ എന്തൊക്കെയാ പറയണത്? എങ്ങനെ പൊട്ടിച്ചെതറും? എടാ ഞാൻ മൊത്തം ബോംബ് വെച്ചേക്കല്ലേ. ബോംബോ? എവിടെ? എടാ സ്റ്റേജിന്റെ 4 മൂലക്ക് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. ആണോ? പിന്നെ ആ ചെണ്ടക്കാരില്ലേ, അതിലൊരു 3 ചെണ്ടയുടെ അകത്ത് ഞാൻ വേറെ ബോംബ് വെച്ചിട്ടുണ്ട്. ചെണ്ടകത്തെന്തിനാ ബോംബ് വെക്കുന്നത്? ചെണ്ട കൊട്ടാനുള്ളതല്ലേ, പൊട്ടിക്കാനുള്ളതല്ലോ. പൊട്ടിച്ചെതറട്ടെ. പിന്നെ ആ മൈക്ക് സെറ്റിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരം ബോംബ് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാ അവിടെ വെച്ചത്? അതാ കോളാമ്പി മോഹന്റെ തല പൊട്ടിച്ചെതറി അതിൽ നിന്ന് തലച്ചോറ് ചിന്ന ഭിന്നമാകണമെന്ന് എനിക്ക് കാണണം. പൊട്ടൻ. ഈ ഗ്രൗണ്ട് മുഴുവൻ ബോംബ് വെച്ചേക്കണ്. ജീവൻ വേണം, ഓടിക്കോ. ബോംബ് കേട്ടപ്പോഴില്ല ജനം പരക്കമാറ്റ ഓടിയത്. നീ വേറെ സംഭവം ശ്രദ്ധിച്ചാ? ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ചാന്ദിയുടെ കൗപീനത്തിൽ പുള്ളി തന്നെ ചവിട്ടിട്ട് കമന്ന് ഇവിടെ കണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ലടാ. എത്ര പേരെ പുള്ളിയുടെ മുഖത്തോട് ചവിട്ടി ഇറങ്ങി പോയെന്നറിയാമോ? ഇത്തവണത്തെ ഓണം കൊളായിട്ടുണ്ട്. കൊളമല്ല, കൊക്കോളം. ലോക സമാധാനത്തിനായി ചുക്ക് ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന കൂട്ടയോട്ടം. ഇന്നിനി കൂട്ടയോട്ടം ഒന്നും നടക്കൂല. ആര് പറഞ്ഞു? ഇന്നിവിടെ കൂട്ടയോട്ടം നടക്കും. അത് നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഇത്രയും പോക്കൃതം കാണിച്ചിട്ട് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നീ അങ്ങോട്ട് ചെല്ലും, കൊല്ലും തന്നെ അവര്. തങ്ങോട്ട് നോക്കിയേ. എന്റെ ദൈവമേ, അവിടുത്തെ ഒരു പടയാളിക്ക് പറ്റണ്ടല്ലോ. ഇതൊന്നും നോക്കല്ല. റെഡി 1 2 3 ഉദ്ഘാടനം ചെയ്തോ.